ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീ വാൽമീകി രാമായണം യുദ്ധകാണ്ഡത്തിലെ 11 സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. സതുപദേശം നൽകിയ സഹോദരനായിരിക്കുന്ന വിഭീഷണനെ പറഞ്ഞയച്ചു രാവണൻ എന്ന് കഴിഞ്ഞ സർഗത്തിന്റെ അവസാനത്തിലായിട്ട് നമ്മൾ കണ്ടു. തുടർന്ന് സബഭൂവ കൃശോ രാജ മൈഥിലീ കാമമോഹിത. മൈഥിലീ കാമമോഹിതനും പാപിയുമായിരിക്കുന്ന ആ രാജാവ് പാപകർമ്മം കൊണ്ടും സുഹൃത്തുക്കളുടെ അസമ്മാനം കൊണ്ടും ചിന്താപരവശനായിട്ട് മാറി. അതീത സമയേ കാലേ തസ്മിൻ വൈയുധി രാവണാം. രാവണൻ ആ കാലം കഴിഞ്ഞ് യുദ്ധമെടുത്തപ്പോൾ അമാത്യരോടും മിത്രങ്ങളോടും ആലോചിക്കാനുള്ള സമയമായി എന്ന് കരുതി. പൊൻജനാലകളുള്ളതും രത്നങ്ങളും പവിഴങ്ങളും അണിഞ്ഞതും മെരുക്കിയ കുതിരകളെ പൂട്ടിയതുമായ മഹാരഥത്തില് ചെന്ന് കയറി. തമാസ്തായ രഥശ്രേഷ്ഠം മഹാമേഘസമസ്വനം. രാക്ഷസശ്രേഷ്ഠനായിരിക്കുന്ന രാവണൻ മഹാമേഘം പോലെ മുഴുക്കമാർന്ന ആ ശ്രേഷ്ഠ രഥത്തിലിരുന്ന് സഭയിലേക്ക് എഴുന്നള്ളി. വാളും പരിചയം ധരിച്ച് സർവായുധങ്ങളുമേന്തി രാക്ഷസന്മാര് ആ രാക്ഷസേന്ദ്രന്റെ മുന്നിലായിട്ട് യാത്ര ചെയ്തു. നാനാവികൃത വേഷധാരികളും നാനാഭൂഷണ ഭൂഷിതരുമായിരിക്കുന്ന അനേകമനേകം രാക്ഷസന്മാര് പാർശ്വത പൃഷ്ഠത സൈന്യം പരിവാരയുസ്തത അവന്റെ പിന്നിലും ഇരുവശങ്ങളിലുമായിട്ട് ചേർന്ന് നടന്നു. തേരാളിമാരായിരിക്കുന്ന രാക്ഷസന്മാര് തേരുകളിലും മതിച്ച കൊമ്പനാനകളിലും ക്രീഡിക്കുന്ന കുതിരകളിലും കയറി ദശഗ്രീവനെ അനുഗമിച്ചു. ഗതാപരിഹസ്താശ്ച ശക്തിതോമരപാണയാം പരശ്വാധ പരസ്വതരാന്യേ തദാന്യേ ശൂലപാണയാം. ഗതയും പരികവും കൈക്കൊണ്ടവരും വേലും തോമരവും എടുത്തവരും, ചിലര് മഴു കയ്യിലേന്തിയവര്, മറ്റു ചിലര് ശൂലം കയ്യിലെടുത്തവര്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരുന്നു അവര്. രാവണൻ സഭയിലേക്ക് എഴുന്നള്ളുമ്പോൾ മഹത്തായിരിക്കുന്ന ശംഖനാദവും അനേകായിരം പെരുമ്പറകളുടെ മുഴക്കവും ഉണ്ടായി. സനേമിഘോഷേണ മകാൻ സഹസാഭിവിനാദയൻ. തേരുരുളുന്ന ശബ്ദം മുഴക്കിക്കൊണ്ട് മഹാനായിരിക്കുന്ന മഹാരഥൻ ഐശ്വര്യമേറിയ രാജപാതയിലേക്ക് പ്രവേശിച്ചു. രാക്ഷസേന്ദ്രനെ ചോടിച്ചിരുന്ന വെൺകൊറ്റക്കുട പൂർണ്ണചന്ദ്രനെ പോലെ തെളിമയാർന്ന് ശോഭിച്ചു. അവന്റെ ഇടവും മലവും സ്വർണ്ണപ്പൂങ്കുലുകളുള്ളതും വെൺപളുങ്കുകളുടെ ശോഭയാർന്നതുമായിരിക്കുന്ന വെൺചാമരവും ആലവട്ടവും വിരാജിച്ചു. നിലത്ത് നിന്നിരുന്ന രാക്ഷസന്മാരെല്ലാം തേരിലിരുന്ന ആ രാക്ഷസ ശ്രേഷ്ഠനെ തൊഴുകൈ പൂണ്ട് തലയും താഴ്ത്തി വന്ദിച്ചു. മഹാതേജസ്വിയും അരിന്തവനുമായിരിക്കുന്നവൻ രാക്ഷസന്മാരുടെ ജയാശിസുകളാൽ സ്തുതിക്കപ്പെട്ട് ആസാദ മഹാതേജസ്സഭാം സുവിഹിതാം ശുഭാം, അങ്ങനെ സ്തുതിക്കപ്പെട്ടുകൊണ്ട് അലങ്കരിക്കപ്പെട്ടതും ശുഭവുമായിരിക്കുന്ന സഭയിലേക്ക് എത്തിച്ചേർന്നു. അത് തേജസ്വിയായിരിക്കുന്നവൻ പൊൻവെള്ളിത്തൂണുകളുള്ളതും തനിപ്പളുങ്കുകൊണ്ടുള്ള ഉള്ളറയുള്ളതും തങ്കപ്പട്ട് വിരിച്ചതും 600 പിശാചുക്കൾ സദാ കാത്തുരക്ഷിക്കുന്നതും വിശ്വകർമാവ് നിർമ്മിച്ചതുമായിരിക്കുന്ന ആ സഭയിൽ ശോഭിക്കുന്ന ശരീരത്തോടുകൂടി കടന്നു ചെന്നു. രാവണൻ അതിലുള്ള വൈഡൂര്യമയവും കോലാടിന്റെ തോൽവിരിച്ചതും ചാരുള്ളതുമായ വലിയ സിംഹാസനത്തില് ഇരുന്നു. അതിനുശേഷം അവൻ രാജോചിതമായി ശീഘ്രഗാമികളായിരിക്കുന്ന ദൂതന്മാരോട് ഇവിടെയുള്ള രാക്ഷസന്മാരെ വേഗം ഇങ്ങോട്ട് കൊണ്ടുവരുവിൻ എന്ന് കൽപ്പന നൽകി. നമുക്കിവിടെ വേണ്ട പോലെ ചെയ്യേണ്ട മഹത്തായ പ്രവൃത്തിയുണ്ട് എന്ന് അറിയിച്ചു. രാക്ഷസാ തദ് വജശ്രുത്വാ ലങ്കായാം പരിചക്രമോ. ആ കൽപ്പന കേട്ട് രാക്ഷസന്മാര് ലങ്കയിലെങ്ങും ചുറ്റി നടന്നു. കൂസലില്ലാതെ എല്ലാ ഗൃഹങ്ങളിലും കളിസ്ഥലങ്ങളിലും കിടപ്പറകളിലും ഉദ്യാനങ്ങളിലും ചെന്ന് രാക്ഷസന്മാരെ പുറപ്പെടുവാനായിട്ട് പ്രേരിപ്പിച്ചു. ചിലര് നല്ല തേരുകളില്, ചിലരെ വെവ്വേറെ മതിച്ച കുതിരകളില്, ചിലരെ ആനപ്പുറത്ത്, ചിലരെ കാൽനടയായിട്ടൊക്കെ പുറപ്പെട്ടു. ആ പുരി വന്നു ചേരുന്ന തിരകളുടെയും ആനകളുടെയും കുതിരകളുടെയും ഒക്കെ ആ പെരുപ്പം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു. ഗരുഡന്മാരാല് ആകാശം എന്നതുപോലെ ശോഭിക്കുകയും ചെയ്തു. നാനാതരം വാഹനങ്ങളും യാനങ്ങളും പുറത്തു നിർത്തിയിട്ട് സിംഹങ്ങള് ഗുഹയിൽ എന്നതുപോലെ നടന്നുകൊണ്ട് സഭയിലേക്ക് അവർ പ്രവേശിച്ചു. രാജാവിന്റെ പാദങ്ങളിൽ വന്ദിച്ചുകൊണ്ട് രാജാവിനാൽ സൽക്കരിക്കപ്പെട്ട അവര്
പീഠങ്ങളിലും പർവ്വതാനകളിലും നിലത്തുകളിലും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു. രാജാവിന്റെ ആജ്ഞയാൽ സഭയിൽ പ്രവേശിച്ച രാക്ഷസന്മാര് യഥാർഹമാം വിധം രാക്ഷസാധിപനായിരിക്കുന്ന രാവണനെ തുടർന്ന് വന്ദിച്ചു. പ്രധാനികളും കാര്യനിശ്ചയങ്ങളിൽ വിശാരദന്മാരുമായിരിക്കുന്ന മന്ത്രിമാരും ഗുണവാന്മാരും സർവജ്ഞന്മാരും ബുദ്ധിദർശനന്മാരുമായിരിക്കുന്ന അമാത്യന്മാരും അനേകം ശൂരന്മാരായിരിക്കുന്ന രാക്ഷസന്മാരും അപ്പോൾ അവിടെ സമ്മേളിച്ചു. സഭായാം ഹേമവർണ്ണായാം സർവാർത്ഥസ്യ സുഖായ വൈ. ആ രാക്ഷസേന്ദ്രന്റെ പൊൻനിറം പൂണ്ടതും രമ്യവുമായിരിക്കുന്ന സഭയില് സർവകാര്യങ്ങളുടെയും സുഖത്തിനായിട്ട് രാക്ഷസന്മാര് സംഘം ചേർന്നു. തഥോ മഹാത്മാവിപുലം സുയുഗ്യം പരം രഥം ഹേമ വിചിത്രതാംഗം. അതിനുശേഷം യശസ്വിയും മഹാത്മാവുമായിരിക്കുന്ന വിഭീഷണൻ വിപുലവും നല്ല കുതിരകളെ പൂട്ടിയതും സ്വർണാലങ്കൃതവുമായിരിക്കുന്ന ഉത്തമ രഥത്തിൽ കയറി ജ്യേഷ്ഠന്റെ സഭയിലേക്ക് വന്നു. സ പൂർവജായാവരജംസ നാമാതപശ്ചാൽ ചരണോപവന്ദേ ശുഖപ്രഹസ്തശ്ചതൈവതേഭ്യോ തതോ യഥാർഹം മൃതകാസനാനി. ആ അനുജന അഗ്രജനോട് തന്റെ പേര് പറഞ്ഞ് പാദങ്ങളില് വന്ദിച്ചു. ശുഗനും പ്രഹസ്തനും അപ്രകാരം തന്നെ ചെയ്തു. അവർക്കെല്ലാം മുറ പോലെ ഇരിപ്പിടങ്ങളും കൊടുക്കപ്പെട്ടു. നാനാവിധ സ്വർണ്ണരത്നാഭരണങ്ങൾ അണിഞ്ഞവരും വിശിഷ്ടമായിരിക്കുന്ന അഖിലും ചന്ദനവും ചാർത്തിയവരും നല്ല വസ്ത്രങ്ങൾ ധരിച്ചവരുമായിരിക്കുന്ന രാക്ഷസന്മാരുടെ സദസ്സിലെല്ലാം പൂമാലകളുടെ സുഗന്ധം പരന്നു. അവിടെ ആരും ഒച്ച വച്ചില്ല, ആരും അസത്യം പറഞ്ഞില്ല, സഭയിലുള്ളവരെ ഉച്ചത്തിൽ സംസാരിച്ചില്ല. സിദ്ധാർത്ഥന്മാരും ഉഗ്രവീര്യന്മാരുമായിരിക്കുന്നവരെല്ലാവരും യജമാനന്റെ മുഖത്ത് തന്നെ നോക്കി നിന്നു. വർത്തുസർവേ ദൃശ്യാനനം തേ. ആ രാവണന്റെ മുഖത്ത് തന്നെ നോക്കി ഇരുന്നു. ധീരനായിരിക്കുന്ന രാവണൻ ധീരന്മാരും ആയുധധാരികളും ശക്തിശാലികളുമായിരിക്കുന്ന രാക്ഷസന്മാരുടെ നടുവില് തസ്യാം സഭായാം പ്രഭയാ ചകാശേ മധ്യേ വസൂനാം ഇവ വജ്രഹസ്ത. വസുക്കളുടെ മധ്യത്തില് വജ്രപാണി എന്നതുപോലെ ആ സഭയില് രാവണൻ ശോഭിച്ചു. അപ്പോൾ ഇങ്ങനെ സഭാസമ്മേളനത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ അവിടെ പൂർണ്ണമായി എന്ന് ഈ സർഗത്തിൽ അങ്ങനെ വർണ്ണിക്കുക. എല്ലാവർക്കും രാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമപാദാരവിന്ദാർപ്പണമസ്തു.